JAM 2024 വെക്ടർ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് ആണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. സോ വെക്ടർ കാൽക്കുലസിലെ 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 54. ഈ 2 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. 2 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇത് രണ്ടും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. First question, the area of the region. എന്താണ് region? Set xy belongs to R2 such that 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1, and 1/4 less than or equal to xy less than or equal to 1/2. So ഒരു ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ ബിറ്റ്വീൻ വാട്ട് എവർ കർവ്സ്, നമുക്ക് തന്നിട്ടുള്ള കർവ്സ് എന്തൊക്കെയാണോ അതിന്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് കാണുന്നത്. സോ ബേസിക്കലി ഇന്റഗ്രേഷൻ ആണ്. എക്സ് വൈ ഉള്ളത് കൊണ്ട് ഡബിൾ ഇന്റഗ്രേഷൻ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം നമുക്ക് ഈ ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം തന്നിട്ടുള്ള 2 ഇനീക്വാലിറ്റീസ് എന്ന് വെച്ചാൽ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1 ആൻഡ് വൈ ലൈസ് ബിറ്റ്വീൻ 0 and 1. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. സോ 0ന്റെയും 1ന്റെയും ഇടയിൽ ദിസ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് y equal to 0, y equal to 1. സോ ഈ 4 ലൈൻസും നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് തന്നിട്ടുള്ള ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് 1/4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2x കിട്ടും. അതായത് 2 കർവ്സും കൂടെ നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് കർവ്സ്? y ഈക്വൽ ടു 1/4x y ഈക്വൽ ടു 1/2x. ഈ 2 കർവ്സും നമുക്ക് കിട്ടും. അപ്പം എങ്ങനെയാണ് വരിക നോക്കാം. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ 2 കർവ്സ്, y ഈക്വൽ ടു 1/2x ആൻഡ് y ഈക്വൽ ടു 1/4x. അപ്പം ഈ തന്നിട്ടുള്ള 1, 2, 3 ഈ 3 കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഈ 4 കർവ്സിന്റെയും ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് ബേസിക്കലി കാണേണ്ടത്. ആ ഏരിയ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് കാണേണ്ട ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ ഫസ്റ്റ് വിത്ത് അലോങ് വൈ ആക്സിസ് ആണോ അലോങ് എക്സ് ആക്സിസ് ആണോ എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്കിതൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു ഏരിയ നമുക്ക് 2 റീജിയൻ ആയിട്ട് നമുക്ക് മുറിക്കാം. എന്തുകൊണ്ടാണ് 2 റീജിയൻ ആയിട്ട് മുറിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി മൂവ് ചെയ്താലും, ഇപ്പൊ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ അതായത് ഇങ്ങനെ നമ്മൾ ഈ ഡിറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ലോവർ നമുക്ക് ലിമിറ്റ് വരുന്ന ഇതാണ്. പക്ഷെ അപ്പർ ലിമിറ്റ് നോക്കൂ, ഇവിടെ ഇതൊരു അപ്പർ ലിമിറ്റ് ആകുന്നുണ്ട്. അതുപോലെ ഈ ലൈനും ഒരു അപ്പർ ലിമിറ്റ് ആകുന്നുണ്ട്. അതായത് 2 അപ്പർ ലിമിറ്റ് വരുന്നത്. അതായത് നമുക്ക് അവിടെ ഒരു അവിടെ നമുക്ക് കട്ട് ചെയ്യണം. ശരിയാണല്ലോ. ഇനി അതുപോലെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിലും തന്നെ, ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിലും തന്നെ എന്താണ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള ലിമിറ്റ് നോക്കുമ്പോൾ ഇതും ഒരു ലിമിറ്റ് ആണ്, അതുപോലെ ഇതും ഒരു ലിമിറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അവിടെയും നമുക്ക് എന്ത് വരുന്നുണ്ട്, കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ഇന്റഗ്രല് 2 റീജിയൻസിന്റെ ഇന്റഗ്രൽ ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്, കണ്ടല്ലോ. സോ ഇവിടെ എനിക്ക് 2 റീജിയൻസ് കിട്ടി. ഇത് റീജിയൻ 1 ആൻഡ് ഇത് റീജിയൻ 2. അപ്പൊ ഇനി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ഒരു അപ്പർ റീജിയൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ലിമിറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. 2 റീജിയൻ ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റഗ്രൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. എന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ dy/dx ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ dy/dx എന്ന് എഴുതിയത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം, ഞാൻ എന്റെ വൈനെ എക്സിന്റെ ടേംസിൽ എഴുതാൻ പോവാണ്. 2 ഏരിയയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, dy/dx. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് റീജിയന്റെ എക്സ് ലിമിറ്റ്സും വൈ ലിമിറ്റ്സും നമുക്ക് അറിയണം. സോ ഫസ്റ്റ് ആദ്യം നമ്മൾ എഴുതേണ്ടത് വൈ ലിമിറ്റ്സ് ആണ്. y ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റീജിയൻ ഇതാണ്. അപ്പൊ വൈ ലിമിറ്റ് ആണ് ചോദിക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. നോക്കൂ, വൈ ലിമിറ്റ് ഫസ്റ്റ് ഇതാണ് താഴെ വരുന്നത്, മുകളിൽ വരുന്നത് ഇതാണ്. സോ y ഈസ് ഫ്രം 1/4x to 1, 1/4x to
1 ആണ് y ലിമിറ്റ് വരുന്നത്. എക്സ് ലിമിറ്റ് നോക്കാലോ. ദേ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും ഇനി നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. നോക്കാം, ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, y ഈക്വൽ ടു 1ഉം y ഈക്വൽ ടു 1/4x മീറ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ അവിടുന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ അവിടുന്ന് നമുക്ക് ഈ പോയിന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. y ഈക്വൽ ടു 1 ഈക്വൽ ടു 1/4x എന്ന് കിട്ടും. So 1 ഈക്വൽ ടു 1/4x implies x is equal to 1/4. So ഈ പോയിന്റ് എന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ശരിയാണല്ലോ. സോ എക്സിന്റെ ലോവർ ലിമിറ്റ് 1/4 ആണെന്ന് കിട്ടി. ആൻഡ് ഇനി അപ്പർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. ഇതെന്താണ് എക്സ് വാല്യൂ, ഇത് ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കേർവ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഏതൊക്കെയാണ് കേർവ്സ്? y ഈക്വൽ ടു 1ഉം y ഈക്വൽ ടു 1/2x. y ഈക്വൽ ടു 1 and y equal to 1/2x. ഇവിടെ നമുക്ക് കിട്ടും x is equal to 1/2. So ഈ point is nothing but 1/2 1. ശരി. അപ്പൊ നമുക്ക് x ന്റെ ലിമിറ്റ്സും കിട്ടി 1/4 to 1/2. അപ്പൊ ഫസ്റ്റ് റീജിയൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റീജിയൻ നോക്കൂ. സെക്കൻഡ് റീജിയനിൽ ആദ്യം നമ്മുടെ ഇന്നർ ലിമിറ്റ് എന്ന് പറയുന്നത് y ന്റെ ആണ്. നോക്കൂ, y എവിടെ മുതൽ എവിടെ വരെയാണ്? ക്ലിയർലി മനസ്സിലാകും. 1/4x to 1/2x ആണ്. 1/4x to 1/2x ആണ്. ആൻഡ് എക്സ് ലിമിറ്റ്സ് നോക്കൂ, ഇതാ 1/2 തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ x ഈക്വൽ ടു 1 ആണ് അപ്പർ ലിമിറ്റ് എന്നും മനസ്സിലായിട്ടുണ്ട്. സോ x is equal to 1/2 to 1. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രലിൽ ഓരോ കർവിന്റെയും അല്ലെങ്കിൽ ഓരോ വേരിയബിളിന്റെയും ലിമിറ്റ്സ് കണ്ടെത്തുന്നത്. ഇവിടെ ഏരിയ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. അതർവൈസ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ക്ലിയർലി ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. നമുക്ക് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/4 to 1/2 1 minus 1/4x dx plus integral 1/2 to 1 1/4x ന്റെ ഇന്റഗ്രൽ ആണ്. 1/4x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 1/4 ln2 എന്നാണ് കിട്ടുന്നത്. പ്ലസ് ഇപ്പുറത്ത് നമുക്ക് 1/4 ഇൻറ്റു 1/x എന്ന് വരും. ദാറ്റ് ഇസ് 1/4 ln x ആണ് 2 എന്ന് വരും. സോ ഇവിടെ നോക്കുമ്പോൾ മൈനസ് 1/4 ടു മൈനസ് 1/4 ln2 പ്ലസ് 1/4 ln2 എന്ന് വരും. ദാറ്റ് ഇസ് 1/4 0.25. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഡെസിമൽ വാല്യൂസിലാണ് എഴുതേണ്ടത്. സോ ആൻസർ വരുന്നത് 0.25 എന്നാണ്. നമ്മുടെ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത് 0.24 to 0.26 ആണ് ആൻസർ റേഞ്ച്. സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് 1/4 ആണ് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 54 ആയിരുന്നു. എന്താണ് ചോദ്യം? ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ എ പെർട്ടിക്കുലർ സർഫസ്. സർഫസ് എന്താണ്? xyz belongs to R3 such that x square plus y square plus z square less than 1. അപ്പൊ അതൊരു സ്ഫിയർ ആണ്. സ്ഫിയർ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1. അപ്പൊ അതിന്റെ ബൗണ്ടറി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഇന്നർ പോർഷൻ മാത്രമാണ്. അതാണ് നമുക്ക് തന്നിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ ആണ്. അപ്പം ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ കോൺസെപ്റ്റ് വൈസ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള ഈ ഒരു ടേം കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. x minus 2y plus z the whole square plus 2x minus y minus z the whole square plus x minus y plus 2z the whole square. അപ്പൊ ഇത് a plus b plus c the whole square എന്നുള്ള രീതിയിലാണ് മൂന്ന് ടേംസ് ഉള്ളത്. അപ്പം അതിന്റെ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. This is equal to 6 into x square plus y square plus z square plus 2xz minus 10xy minus 6yz.
കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്റഗ്രലിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ടേമുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. സോ ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ ഇസ് ഈക്വൽ ടു 1/π ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് 6 പുറത്തേക്ക് എടുക്കുവാണ്. x² + y² + z² dx dy dz plus 1/π triple integral 2xz minus 10xy minus 6. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് മാറ്റുവാണ്. അപ്പൊ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആക്കുമ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ? എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ? x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓൾസോ നമ്മുടെ ഓരോ വേരിയബിളിന്റെയും ലിമിറ്റ്സ് നമുക്കറിയാം. എവിടുന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരുന്നത്. അതുപോലെ ആംഗിൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ഫൈ എന്ന് പറയുന്ന ആംഗിൾ എന്ത് വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഇതാണ് നമ്മളുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ കാർട്ടീഷ്യൻ ജക്കോബിയൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ജക്കോബിയൻ ആണ് ഇനി കാണാൻ പോകുന്നത്. ജക്കോബിയൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഡോ ഓഫ് എക്സ് വൈ സെഡിൽ നിന്ന് നമ്മൾ മാറ്റുന്നത് റോ തീറ്റ ഫൈയിലേക്കാണ്. സോ ഇതാണ് നമുക്ക് ചെയ്യേണ്ട ജക്കോബിയൻ. അത് നമുക്കൊന്ന് ഈ ഒരു ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ഈ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് മൈനസ് റോ സ്ക്വയർ സൈൻ ഫൈ എന്നാണ്. നമുക്ക് ജക്കോബിയന്റെ മോഡുലസ് ആണ് നമ്മളുടെ ഇന്റഗ്രലിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഇന്റഗ്രലിലേക്ക് തിരിച്ചു വരാം. ആ ഇന്റഗ്രലിന് ഞാൻ ഇതിന് ഐ എന്ന് കൊടുക്കുവാണ്, എനിക്ക് കോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ബൈ പൈ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ഇതും അപ്ലൈ ചെയ്യാം. സോ 0 to 1 അത് റോവിന്റെ ആണ്. ദെൻ 0 to 2π തീറ്റയുടെ 0 to π ഫൈയുടെ. ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് x² + y² + z² ഉണ്ടായിരുന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x² + y² + z² ചെയ്യുമ്പോൾ നമുക്ക് റോ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ബാക്കി cos square theta plus sin square theta അങ്ങനെ പോകും. അതുപോലെ sin square theta plus cos square sin square phi plus cos square phi ആ രീതിയിലും നമുക്ക് 1 എന്ന് കിട്ടും. ബാക്കിയുള്ള ഉണ്ടാകുക റോ സ്ക്വയർ ആണ്. സോ റോ സ്ക്വയർ വരുന്നു. ഇനി നമുക്ക് നമ്മുടെ ജക്കോബിയൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ജക്കോബിയന്റെ മോഡുലസ് വെച്ചിട്ട് ദാറ്റ് ഈസ് റോ സ്ക്വയർ സൈൻ ഫൈ, പിന്നെ ഡി റോ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ആൻഡ് സെക്കൻഡ് ടേം കുറച്ച് ലോങ് ആയിരിക്കും, കാരണം ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടെ വരുമ്പോൾ. സോ ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ടേം വരുന്നത്. ഇനി ഈ സെക്കൻഡ് ടേമിന്റെ ഉള്ളിലേക്ക് ഈ റോ സ്ക്വയർ സൈൻ ഫൈ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുതാകും. പക്ഷേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, എല്ലാ ടേമിലും എന്തുണ്ട്? റോ സ്ക്വയറും പിന്നെ ഈ റോ സ്ക്വയറും കൂടെ വരുമ്പോൾ റോ റൈസ് ടു 4 പുറത്തേക്ക് എടുക്കാൻ പറ്റും. റോ റൈസ് ടു 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി അടുത്തത് അപ്പം റോ റൈസ് ടു 4 പുറത്തേക്ക് എടുത്തു. വിത്ത് റെസ്പെക്ട് ടു റോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ റൈസ് ടു 5/5 എന്ന് വരും. ഓക്കെ, പിന്നെ ഉള്ളത് തീറ്റയാണ്. അപ്പൊ തീറ്റ നമ്മൾ ഇതിൽ തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിൽ കോസ് തീറ്റ ഉണ്ട്. കോസ് തീറ്റ ഡി തീറ്റ ഫ്രം 0 to 2π ആണ്. ഇന്റഗ്രൽ 0 to 2π കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ളത് 0 ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് ടേം നോക്കൂ, സെക്കൻഡ് ടേമിൽ കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്. അഗെയിൻ ഫ്രം 0 to 2π. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. കോസ് തീറ്റ സൈൻ തീറ്റ ഫ്രം 0 to 2π 0 ആണ്. തേർഡ് ടേം നോക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ട്? സൈൻ തീറ്റ ആണുള്ളത്. സൈൻ തീറ്റയും ഇന്റഗ്രൽ 0 to 2π 0 ആണ്. അപ്പൊ ബേസിക്കലി ഈ 3 ടേംസിലും നമുക്ക് സെക്കൻഡ് ഇന്റഗ്രേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 0 ആയിട്ട് പോകും.
സോ ഈ ടേം മൊത്തത്തിൽ നമുക്ക് 0 ആയിട്ട് പോയി. ബാക്കി ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 6/π 0 to π 0 to 2π and 0 to 1 എന്ത് വരുന്നു? റോ റേസ് ടു 4 sin 5 എന്ന് വരുന്നു. d rho d theta d phi. ഇതിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ ആയിട്ട് മാറി. ദിസ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു റോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടും. സോ 6/π ഇൻറ്റു 1/5 ഉണ്ട്. പിന്നെ അതുപോലെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2π എന്ന് വരും ഇൻറ്റു 2π. ബാക്കി ഇന്റഗ്രൽ 0 to π sin 5 ആണുള്ളത്. sin 5 d phi എന്ന് വരും. ദാറ്റ് ഇസ് 1 plus 1 2 എന്ന് വരും. സോ 6/π ഇൻറ്റു 1/5 ഇൻറ്റു 2π ഇൻറ്റു 2 എന്നാണ് നമ്മുടെ ലാസ്റ്റ് ഇന്റഗ്രൽ വരുന്നത്. സോ ഇതിന്റെ ആൻസർ 24/5 എന്നാണ് വരുന്നത്. 24/5 ഇസ് 4.80 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഒരുപാട് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. പക്ഷെ എന്നാലും ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇരുന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത്തരം ഒരു ചോദ്യം ജാമിന് ചോദിക്കാനുള്ള റീസൺ ആ ടൈമിൽ നമ്മൾ എന്ത് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് മെത്തേഡ് കൂടിയാണ് സ്റ്റെപ്പ് വളരെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പം ജക്കോബിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. സോ നമ്മൾ ഇന്ന് 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്, നമ്പർ 41 and 54. ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.